പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാള മനോരമയിലെ ഫ്രണ്ട് പേജിലെ ന്യൂസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വച്ചു, +2 മാർക്ക് നോക്കി പ്രവേശനം. തിരുവനന്തപുരം BSc നഴ്സിംഗിന് ഇക്കൊല്ലം പ്രവേശന പരീക്ഷ നടത്താനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിക്കും. മാർച്ച് 1 മന്ത്രി വീണ ജോർജ് ഒപ്പുവെച്ച തീരുമാനമാണ് പിൻവലിക്കാനൊരുങ്ങുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവേശനം തുടരുന്നതാണ്. പ്രവേശന പരീക്ഷ നടത്തണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INC 3 വർഷമായി ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷവും ഇളവ് നേടിയിരുന്നു കേരളം. നിലവിൽ ഇന്ത്യയിലാകെ 21 സംസ്ഥാനങ്ങളിൽ പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ടെന്ന് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഏതാനും സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പ്രവേശന പരീക്ഷ നടത്താതെ ഉള്ളതിനാൽ ഇളവിന് അപേക്ഷിക്കാനാണ് കേരളത്തിൻ്റെ തീരുമാനം. കർണാടകയിൽ BSc നഴ്സിംഗിന് എൻട്രൻസ് ഉണ്ട് എങ്കിലും തമിഴ്നാട്ടിൽ ഈ വർഷവും BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി എൻട്രൻസ് നടത്തുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെ 13ഓളം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് LBS സെൻറ്റർ എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അഡ്മിഷൻ നടത്തുന്നത്. വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നതാണ്. BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി 2ാം വർഷം +2-ൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 120-ൽ ഓരോ വിഷയത്തിലും എത്ര സ്കോർ ലഭിച്ചു എന്നുള്ളത് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 200-ൽ ടോട്ടൽ 2 വർഷവും കൂടി 200-ൽ എത്ര ലഭിച്ചു എന്നുള്ളതല്ല പരിഗണിക്കുക. 2ാം വർഷം നിങ്ങൾക്ക് തിയറിയിലും ഇൻറ്റേർണൽ ആയിട്ടുള്ള 20ഉം കൂടാതെ 40 പ്രാക്ടിക്കൽ സ്കോറും ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 120 ഓരോ വിഷയത്തിലും ഉണ്ടാവുക. അത് 120നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ 3 വിഷയം കൂടി 300-ൽ നിങ്ങൾക്ക് എത്ര ലഭിച്ചു, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേ സ്കോർ, ഒരേ ഇൻഡെക്സ് വരികയാണ് എങ്കിൽ ആർക്കാണ് ബയോളജിയിൽ കൂടുതൽ ഉള്ളത് എന്നാണ് നോക്കുക. അവർക്കാണ് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെ സ്ഥാനം ലഭിക്കുക. പിന്നെയും തുല്യത വരികയാണ് എങ്കിൽ ആർക്കാണ് കെമിസ്ട്രിയിൽ കൂടുതൽ ഉള്ളത് എന്ന് നോക്കും. പിന്നെയും തുല്യത വരികയാണ് എങ്കിൽ ആർക്കാണ് ഫിസിക്സിൽ കൂടുതൽ ഉള്ളത് എന്നാണ് നോക്കുക. ഈ 3 വിഷയങ്ങൾ പരിഗണിച്ചിട്ടും തുല്യത വരികയാണ് എങ്കിൽ 2 വർഷം കൂടി 1200-ൽ എല്ലാ വിഷയവും പരിഗണിച്ചാൽ ടോട്ടൽ 1200 +2-ൽ സ്കോർ ഉണ്ടാവുക. 1200-ൽ ആർക്കാണ് കൂടുതൽ മാർക്ക് പെർസെൻറ്റേജ്, കൂടുതൽ മാർക്കുള്ളത് എന്നാണ് നോക്കുക. അവർക്കാണ് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെ സ്ഥാനം ലഭിക്കുക. ഈ വർഷം +2 സ്കോർ അടിസ്ഥാനത്തിൽ തന്നെ BSc നഴ്സിംഗ് അഡ്മിഷൻ നടത്തുകയാണ് എങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് നഷ്ടമുണ്ടാക്കും. കാരണം നിരവധി വിദ്യാർത്ഥികളാണ് നിലവിൽ പല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിലും BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി എൻട്രൻസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്കോർ കുറവുള്ള +2 സ്കോർ കുറവുള്ള വിദ്യാർത്ഥികൾക്കും ഇതൊരു പ്രതീക്ഷയായിരുന്നു. എൻട്രൻസ് വഴി BSc നഴ്സിംഗ് അഡ്മിഷൻ കേരളത്തിൽ നേടിയെടുക്കാം എന്നുള്ള കാര്യം. അതേസമയം നല്ല +2 സ്കോർ സാധ്യതയുള്ള എൻട്രൻസ് പ്രിപ്പറേഷൻ നടത്താത്ത വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ +2 സ്കോർ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തപ്പെടുമ്പോൾ അവർക്ക് അഡ്മിഷൻ നേടിയെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. എത്ര +2 സ്കോർ വരെയുള്ളവർക്ക് BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.